ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഞാൻ ഇന്ന് രാവിലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. പലക തേച്ച് കുളിച്ച് വന്നിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ബേസിക് സ്കിൻ കെയർ എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഐ ക്രീം, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. സൺസ്ക്രീൻ തീർന്നിരിക്കുകയായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പീച്ചി എടുത്ത് എല്ലാം മുഖത്തങ്ങ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ ബേസ് മേക്കപ്പ് വളരെ സിമ്പിളാണ്. ഞാൻ ഈ ഒരൊറ്റ കൺസീലർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്ത് അങ്ങ് സെറ്റ് ചെയ്യും. അപ്പോൾ സെറ്റിംഗ് പൗഡർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ പാക്കേജിങ് എന്തോ ഭയങ്കരമായിട്ട് സ്പില്ലാവുന്നു. എൻ്റെ മേക്കപ്പ് ബോക്സിൽ കിടന്ന് അങ്ങനെ ഇങ്ങനെ സ്പില്ലാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു തുമ്മലും തുമ്മി. ഓക്കെ, സോ ഇനി ഞാൻ എൻ്റെ ഐബ്രോസിലേക്ക് കടക്കണം. ഐബ്രോസ് ബേസിക്കലി ഞാൻ ഒന്നും ത്രെഡൊന്നും ചെയ്യാറില്ല, അതേപോലെ തന്നെ ഇരിക്കുക. പിന്നെ ഐ ലൈനർ, പിന്നെ അതിൻ്റെ വാട്ടർ ലൈനിൽ ഞാൻ ജസ്റ്റ് കാജൽ എഴുതി കൊടുത്തു. രണ്ട് കണ്ണും ഒരേപോലെയാണോ എന്ന് നോക്കുന്ന ഒരു ഗംഭീരമായ ചടങ്ങാണ് ഇത് നടക്കുന്നത്. അതിനുശേഷം ഞാൻ ലിപ്സിന് വേണ്ടിയിട്ട് 3 എന്താ പറയുക പ്രോഡക്ട്സ് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഫസ്റ്റ് ഒരു ലൈനർ, അത് ഞാൻ ഏതോ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ബ്രൈറ്റാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഡിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള റെഡ് എടുത്തു. പിന്നെ ഇതാണ് എൻ്റെ അങ്കംവെട്ടിൻ്റെ സ്റ്റാർട്ടിങ്. എൻ്റെ തലമുടി എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ തലമുടി മാനേജ് ചെയ്യുക. ബട്ട് സ്റ്റിൽ എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. അതിനുശേഷം നമ്മുടെ ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടൊക്കെ വെച്ചു. സുന്ദരിയായിട്ട് അമ്മ മേടിച്ച് തന്നൊരു ഡ്രസ്സ് ഇട്ടു. ഓക്കെ ദെൻ ബൈ.